ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പാലപ്പത്തിൻ്റെ മാവ് കൂട്ടിലേക്ക് തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത് 3 വറ്റൽമുളക് കൊണ്ടാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പാലപ്പൻ റെസിപ്പിയാണ്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അളവിൽ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. റേഷൻ പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി ആണെങ്കിലും കുഴപ്പമില്ല. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ ഇതിനെ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പച്ചരി നല്ലതുപോലെ ആ ഒരു ചെവയൊക്കെ പോണ രീതിക്ക് തന്നെ കഴുകി കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ മാവ് കൂട്ടിന് അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് കാടിയുടെ ചെവ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു ചുവ മാറാനായിട്ട് നല്ലതുപോലെ അരി കഴുകി എടുക്കണം. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കാറ്ററിങ്ങിന് പോണ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ പൊന്നിയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പാലപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങയ്ക്ക് പകരം ഞാൻ വേറൊരു സാധനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ ഞാൻ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഒട്ടും കട്ടയും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ആ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയ്ക്ക് പകരം ഞാൻ ഇതിലേക്ക് വലിയൊരു സ്പൂണിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ നല്ലതുപോലെ ഒരു തവി വെച്ചിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നമ്മുടെ ഈ ഒരു മാവ് കൂട്ടിൽ ചേരുന്നത് വരെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്നുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ മാവ് റെഡിയായി കിട്ടത്തുള്ളൂ. നമുക്ക് പാലപ്പം നല്ല സ്പോഞ്ചി ആയിട്ട് അതുപോലെ തന്നെ കഴിക്കാൻ അത്രത്തോളം ടേസ്റ്റി ആയിട്ടും കിട്ടണമെങ്കിൽ നമ്മൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ ഇട്ട് ഇളക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാവ് കൂട്ടൊക്കെ നല്ലതുപോലെ ഞാൻ റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് 3 വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുള്ള വറ്റൽമുളകാണ് ഞാൻ മാവ് കൂട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാവ് കൂട്ടിലേക്ക് എരിയൊക്കെ ഇറങ്ങി വരത്തില്ലേ, അപ്പോൾ പാലപ്പം കഴിക്കുമ്പോഴത്തേക്ക് ഒരു എരി ടേസ്റ്റ് വരത്തില്ലേ എന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ, എരിയൊന്നും വരത്തില്ല. ഇതേപോലെ നമ്മൾ മാവ് കൂട്ടിലേക്ക് വറ്റൽമുളക് ഒന്ന് താത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു മൂടി കൊണ്ട് മൂടി കൊടുത്തിട്ട് ഒരു 7-8 മണിക്കൂർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതാ രാവിലെയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ അപ്പത്തിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റിയപ്പോഴത്തേക്ക് ആ വറ്റൽമുളകൊക്കെ മേളിലേക്ക് നികന്ന് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. മാവൊക്കെ നല്ല രീതിക്ക് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മാവൊക്കെ പതഞ്ഞ് പൊങ്ങി ഇങ്ങനെ മീതയിൽ വന്ന് നിൽക്കുന്നത് പോലെ. അത് ഈസ്റ്റ് ചേർക്കുന്ന മാവാണ് കേട്ടോ. ഈസ്റ്റ് ചേർക്കാത്ത മാവ് ഇത്ര മാത്രമേ പതഞ്ഞ് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ മാവ് ഒരിക്കലും അങ്ങനെ പതഞ്ഞ് പൊങ്ങി വരേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അത് ആ ഒരു അപ്പത്തിന് പുളിപ്പ് ടേസ്റ്റ് വരും. നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെയാണ് നോർമലായിട്ടാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പഞ്ചസാര ഇടുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് രാത്രി തന്നെ മാവ് ഇളക്കി വെക്കാവുന്നതാണ്. ഞാൻ ആ ഒരു സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക്
വേണമെങ്കിൽ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാലപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടോ, മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഹോൾസൊക്കെ വരുന്ന സമയത്ത് ഞാനൊന്ന് മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവിലൊക്കെ നല്ല ഹോൾസൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഹോൾസൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ മൂടി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എങ്കിലേ നമ്മളെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാ അടപ്പൊക്കെ മൂടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എത്ര നല്ല അപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. നല്ല സ്മൂത്തായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പാലപ്പം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ദാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പാലപ്പം, തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വറ്റൽമുളകിൻ്റെ മെത്തേഡ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദാ അപ്പം ഞാൻ മൊരിയിക്കാതെ എടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റുള്ളൊരപ്പം തന്നെയാണ്. ഈ ഒരു അപ്പത്തിൻ്റെ ഒപ്പം നമുക്ക് കൂട്ടി കഴിക്കാൻ കറികളൊന്നും ഇല്ലെങ്കിൽ അല്പം പഞ്ചസാര അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ വെറുതെ അപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഞാൻ നിർത്തുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതൊരു ഓൺ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.